ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞു വന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് കടക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഇനി കർണാടക ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലോട്ട് തിരിച്ചു വന്ന വഴിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏർലി മോർണിംഗ് കാടിൻ്റെ അകത്തുള്ള എന്തെങ്കിലും കാണുമോ എന്നുള്ള അറിയില്ല. ഞാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ഒരു സമയം എനിക്ക് തോന്നുന്നു 6:30 കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഒരു 6 മണിക്ക് ഇവിടെ വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം അന്നേരം ആനകളും മറ്റു സംഭവങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ ഞാൻ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചായ കുടിക്കാനും ബ്രേക്ക് എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതാണ് ഈ ചളി പൊടിയെല്ലാം ടെയിൽ ലൈറ്റിലും നമ്മുടെ നമ്പർ പ്ലേറ്റിലൊക്കെ കാണുന്നത്. സോ ഏതായാലും നമുക്ക് പോവാം, സമയങ്ങളുണ്ടാവും. അപ്പോൾ ഇതാണ് കർണാടക ചെക്ക് പോസ്റ്റ്. ഇവിടെ പണ്ടെനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഭയങ്കര സീനായിരുന്നു. ഇവിടെ ഇപ്പം മറ്റേ എന്തോ ഒരു ഇത് വരുന്നുണ്ട്, ഫീസ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി. ബൈക്കിനില്ല, കാറ്, 4 വീലർ അതുപോലെ നമ്മുടെ വലിയ വലിയ വണ്ടികൾക്കൊക്കെ. ഇവർക്ക് ഇവിടെ ഇതൊന്ന് നന്നാക്കി വെച്ചോളൂ. ഉള്ള പൈസ എല്ലാം വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഫസ്റ്റ് നമ്മൾ റോഡിലൂടെ പോകുന്നത് നമ്മളായിരിക്കണം. ഇപ്പോൾ ഈ ലോറികളൊക്കെ, ട്രക്കും ലോറിയൊക്കെ ഇഷ്ടം പോലെ കയറിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ നിമിഷവും ഉള്ളോട്ട് കയറിയുണ്ടാവും. ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. രണ്ട് ഭാഗത്തോട്ടും നല്ല പോലെ വണ്ടി കാണും. കാരണം 6 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഒരു എൻഡിൽ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി പോയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളും ഇപ്പം ഫസ്റ്റ് പോയ വണ്ടികളൊക്കെ ഇപ്പോൾ അവിടെ എത്തിക്കാണും, ക്രോസ് ചെയ്ത് പോയിണ്ടാവും. അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ട്രക്കുകളാണ് പതുക്കെ പോകത്തുള്ളൂ. അതിങ്ങനെ ഈ പതുക്കെ പോകുന്നുണ്ട്, ബാക്കിയുള്ള വണ്ടികളും സ്ലോ പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടിരുന്നു. അപ്പോൾ അതാണ് ഒരു സീൻ. ഈ നേരത്തെ പോകുന്ന ഒന്നുകിൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മളിതായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടു ഒന്നും കാണാനും പറ്റില്ല. ഫുള്ള് വണ്ടികളുമായിരിക്കും.
പോലെ ആനപ്പിണ്ടവും ആനമൂത്രവും മണക്കുന്നുണ്ട്. ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് പോകുമ്പം സമയമെടുക്കും. കാരണം പോകുന്നത് നമുക്ക് മറ്റേ ഹൈവേയിൽ കയറാൻ പറ്റില്ല. അപ്പം സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അപ്പം അറൗണ്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞില്ലേ 6.5 മണിക്കൂറാണ് ഞാൻ എടുത്തത്. അതും പതുക്കെ പോന്നിട്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം 8 മണിക്കൂർ എന്തായാലും എടുക്കും. അത് നമ്മളിനി എത്ര സ്പീഡ് എടുത്ത് പോയിട്ടും കാര്യമില്ല. കാരണം സർവീസ് റോഡിലാണ് പോകുന്നത്. പിന്നെ കുറേ ട്രാഫിക് കാണും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് കൊടുക്കും. സർവീസ് റോഡിലൂടെയൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ടയേർഡാവുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് കൂടും. ഇനിയിപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. കാരണം നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ പോകുന്ന പ്രത്യേക ഒരു വൈബാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ വണ്ടിയൊക്കെ എടുത്തിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. കോടയും മഞ്ഞും ആ ഫ്രഷ് എയറും ഒക്കെ ആയിട്ട്. പക്ഷേ ഇങ്ങനത്തെ വണ്ടി കൊണ്ട് പോകുന്നത് ഞാൻ പറയില്ല. കാരണം ഇതുപോലെ ലൗഡ് എക്സോസ്റ്റും സംഭവങ്ങളൊക്കെ വെച്ച് പോയാൽ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എക്സോസ്റ്റ് അത്ര ലൗഡല്ല, അതുകൊണ്ട് വലിയ സീനില്ല. നല്ല മഴക്കാറ് ക്ലൗഡ് ഇങ്ങനെ മൂടിക്കെടുക്കുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ തീർന്ന്. കാരണം സൂപ്പർ സ്പോട്ട് ബൈക്കും കൊണ്ട് മഴയത്ത് പോകുകയെന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ഏർപ്പാടല്ല. നേരെ മറിച്ച് നമുക്ക് അഡ്വഞ്ചർ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻ്റെ അടുത്ത് വീസ്റ്റോമൊക്കെ ഉള്ള സമയത്ത് ഞാൻ മഴയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ മാൽപ്പ ബീച്ച് ഉണ്ടല്ലോ, മംഗലാപുരം ആ ഭാഗത്തുള്ള, ഉടുപ്പിയ ഭാഗത്തുള്ള, അങ്ങോട്ടേക്കൊക്കെ അവിടെ 2 ചുരമുണ്ട്. നമ്മൾ പോയത് ഒരു ചുരം വഴിയും വന്നത് വേറെ ചുരം വഴിയായിരുന്നു. 2 പ്രാവശ്യം 2 ചുരം കയറിയപ്പോഴും നല്ല മഴയായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ചായിരുന്നു അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി കോർണറിങ്, ഒറ്റ കർവ്. പക്ഷെ അതിൻ്റെ ടയറ് മോശം. ടയറ് പറ്റ മോശമൊന്നുമല്ല. ഒരു മാൻകുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. ഒരുപാട് 2 വീലേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇന്നിപ്പം ഒരൊറ്റ മാൻകുഞ്ഞിനെ പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഭാഗ്യമല്ല ഗൈസ്. അല്ലെങ്കിൽ ആനയൊക്കെ കാണുന്നതാണ്. ആനയൊക്കെ സ്ഥിരം കാണുന്നതാണ് ഞാൻ.
ആന, ബൈസൺ എന്ന് പറഞ്ഞാൽ മറ്റേ കാട്ടുപോത്ത് പോലത്തെ വലിയൊരു സാധനം ഉണ്ടല്ലോ അത്. മാനുകളൊക്കെ സ്ഥിരമുള്ളതാ. പിന്നെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കാട്ടുകോഴി, മയിലൊക്കെ റോഡിലിങ്ങനെ കാണാം. ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ലോറി പോകുന്നില്ല, ട്രക്കൊക്കെ പോകുന്നല്ലേ, അതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടില്ല. എന്തെങ്കിലും കാണുമായിരിക്കും, കാണാതിരിക്കില്ല. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ട് തോന്നുന്നു കേട്ടോ. റോഡിൽ മഴ പെയ്തിട്ട് ഡ്രൈ ആയ ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല മഴക്കാറുമുണ്ട്. പണി പാളുമെന്നാ. മഴ പെയ്ത തീർന്നു. ലെതർ ജാക്കറ്റാണ്. എല്ലായിടത്തും കയറി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യല്ല. അങ്ങനെതാ ഒന്നും കാണാൻ പറ്റാതെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പുറം എത്തിയിരിക്കുകയാണ്. ഒന്നും കാണാൻ കഴിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇതൊന്ന് കണ്ടോക്ക്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. ഒന്നും കാണാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന ഒന്ന് ഞാൻ നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. Thank you.